بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയിലെ 132 മുതലുള്ള ആയത്തുകളാണ് ഇനി പഠിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ لا نسألك رزقا نحن نرزقك والعاقبة للتقوى وقالوا لولا يأتينا بآية من ربه أولم تأتهم بينة ما في الصحف الأولى ولو أنا أهلكناهم بعذاب من قبله لقالوا ربنا لولا أرسلت إلينا رسولا فنتبع آياتك من قبل أن نذل ونخزى قل كل متربص فتربصوا فستعلمون من أصحاب الصراط السوي ومن اهتدى. ونورا بسم الله الرحمن الرحيم. وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى وقالوا لولا يأتينا بآية من ربه أولم تأتهم بينة ما في الصحف الأولى ولو أنا أهلكناهم بعذاب من قبله
لقالوا ربنا لولا أرسلت إلينا رسولا فنتبع آياتك من قبل أن نذل ونخزى قل كل متربص فتربصوا فستعلمون من أصحاب الصراط السوي ومن اهتدى. സൂറത്ത് ത്വാഹയിലെ അവസാനത്തെ വചനങ്ങളാണ് നമ്മൾ ഓതിയത്. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു തആല നബിക്ക് നൽകിയ ചില ഉപദേശങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന്, അവർ പറയുന്ന ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒന്നും നബിയെ താങ്കൾ വകവെക്കേണ്ടതില്ല, അതിലൊക്കെ നിങ്ങൾ ക്ഷമിച്ചുകൊള്ളുക. നിങ്ങൾ തസ്ബീഹും തഹ്മീദുമൊക്കെയായി നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ നമസ്കാരങ്ങളുമൊക്കെയായി റബ്ബിൻ്റെ സ്മരണയിൽ നിങ്ങൾ മുഴുകുക, എങ്കിൽ നിങ്ങൾക്ക് സംതൃപ്തി ലഭിക്കുക തന്നെ ചെയ്യും. അവർക്ക് നാം നൽകിയ ഭൗതികമായ സുഖസൗകര്യങ്ങളുണ്ട്, അത് അവരെ പരീക്ഷിക്കുവാനായി നൽകിയതാണ്. അതിലേക്കൊന്നും നബിയെ നിങ്ങൾ കണ്ണ് നട്ടുകൊണ്ട് നോക്കേണ്ട കാര്യമില്ല. റബ്ബിൻ്റെ റിസ്ക്കാണ് ഏറ്റവും ഖൈറായതും എന്നെന്നും അവശേഷിക്കുന്നതും എന്ന് അല്ലാഹു തആല നബിയെ ഉപദേശിച്ചു. അതിന് തുടർച്ചയായി തന്നെയാണ് ഇനിയുള്ള ഒന്നാമത്തെ ആയത്ത്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. വഅ്മുർ അഹ്ലക, വഅ്മുർ നബിയെ താങ്കൾ കൽപ്പിക്കുക, അഹ്ലക നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ കൽപ്പിക്കുക. അഹ്ല് കുടുംബം, അഹ്ലക അഹ്ല് വേറെ ക വേറെ. അഹ്ലക വേറെ പദമുണ്ട്, ഏതാണ്? അഹ്ലക നശിപ്പിച്ചു എന്നർത്ഥമുണ്ട്, അത് ഫഇലാണ്. അഹ്ലക ഒറ്റ പദം, അഹ്ലക യുഹ്ലിക്കുന്നത് ഹലാക്കാക്കുക എന്നർത്ഥത്തിൽ. ഇത് അഹ്ല് പ്ലസ് ക, അഹ്ല് കുടുംബം, അഹ്ലക നിന്റെ കുടുംബത്തെ നബിയെ താങ്കൾ ഉപദേശിക്കുക. വഅ്മുർ അഹ്ലക നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങൾ കൽപ്പിക്കുക. വഅ്മുർ നിങ്ങൾ കൽപ്പിക്കുക. അഹ്ലക നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ കൽപ്പിക്കുക. ബിസ്സലാ നിസ്കാരത്തിൻ്റെ കാര്യം നബിയെ നിങ്ങൾ കുടുംബത്തോട് പ്രത്യേകമായി കൽപ്പിക്കുക. അപ്പം മൊത്തത്തിൽ അല്ലാഹു ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഖു അൻഫുസകും വഅഹ്ലീകും നാറ, സ്വന്തത്തെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിസ്കാരത്തിൻ്റെ കാര്യം പ്രത്യേകമായി എടുത്തു പറഞ്ഞു, കുടുംബത്തോടും നിങ്ങൾ നിസ്കരിക്കാനായി പറയണം, കൽപ്പിക്കണം എന്നല്ല പ്രത്യേകമായി എടുത്തു പറയുന്നു. അപ്പോൾ അത് ഒരു സവിശേഷത തന്നെയാണ്. സ്വന്തം കുടുംബത്തോട് നിസ്കരിക്കാനായി പറയുക, അവരെ നിസ്കരിക്കാൻ കൽപ്പിക്കുക എന്നത് പ്രത്യേകം തന്നെയാകുന്നു. വഅ്മുർ അഹ്ലക ബിസ്സലാ കുടുംബത്തോട് നിങ്ങൾ നിസ്കരിക്കുവാനായി കൽപ്പിക്കുക. ഉമർ ഖത്താബിനെ കുറിച്ചൊക്കെ അദ്ദേഹം മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയുന്ന റിപ്പോർട്ട് കാണാം. ഉമർ ഖത്താബ് രാത്രി എഴുന്നേറ്റാൽ അദ്ദേഹം അദ്ദേഹം ഉണർന്നാൽ തന്റെ കുടുംബത്തെ കൂടി അദ്ദേഹം വിളിച്ചുണർത്തുമായിരുന്നു എന്നൊരു വഖാൽ അദ്ദേഹം പറയും. ഈ ആയത്ത് വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ എന്ന ആയത്ത് ഉമർ ഖത്താബ് പ്രത്യേകമായി ഓതുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ആയത്ത് ഒരു പ്രാവർത്തികമാക്കിയർത്ഥം, ഒരു ആയത്ത് ഓതിപ്പോവുക മാത്രമല്ല, അതവർ അമൽ ചെയ്തു. അപ്പോൾ രാത്രി ഉറങ്ങുകയും പിന്നീട് എണീക്കുകയും ചെയ്താൽ നമ്മൾ എണീറ്റ് നിസ്കരിക്കുക എന്നതിനപ്പുറത്ത് നാമുമായി ബന്ധപ്പെടുന്നവരെ കുടുംബത്തെ കൂടി ഒന്ന് വിളിക്കുക, എണീപ്പിക്കുക, നിസ്കരിക്കാൻ കൽപ്പിക്കുക എന്നത് ഈ ആയത്തിൻ്റെ അത് ജീവിതത്തിൽ പാലിക്കലാണ്. അത് ഇബ്നു ഉമർ പറയാണ്, ഉമർ ഖത്താബിൻ്റെ ശൈലി, ഉമർ ഖത്താബിൻ്റെ പതിവ് അതായിരുന്നു എന്ന് അദ്ദേഹം പ്രത്യേകമായി പറയുന്നു. അതാണ് വഅ്മുർ അഹ്ലക ബിസ്സലാ കുടുംബത്തോട് നിസ്കാരത്തിൻ്റെ കാര്യം നീ കൽപ്പിക്കുക. വസ്തബിർ അലൈഹാ വസ്തബിർ നബിയെ താങ്കൾ ക്ഷമ അവലംബിക്കുക. അലൈഹ ആ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ക്ഷമ അവലംബിക്കുകയും ചെയ്യുക. നിസ്കാരം കൃത്യമായി ശീലിച്ചും പാലിച്ചും പോകണമെങ്കിൽ വലിയ ക്ഷമ ആവശ്യമുണ്ട്. അതെ, തോസായിദാണ്, തോആയിദാണ്, ഇഫ്തഅലയാണ്. ഇസ്തബറ എന്ന താ ആണ് ശരിക്കും.
ഇഫ്തബറ. പിന്നെ ഫാഇന്റെ സ്ഥാനത്ത് സ്വാദ് വന്നപ്പോൾ താഇനെ മാറ്റി തോ ആക്കി. ഇഫ്തഅല എന്ന രൂപത്തിൽ അങ്ങനെ പ്രത്യേകതയുണ്ട്. ഇഫ്തഅല എന്ന രൂപത്തിൽ വരുന്ന വസ്നുകൾ, ആ വസ്നുകളിൽ ഇഫ്തഅല എന്ന ഫാ, ആ ഫാഇന്റെ സ്ഥാനത്ത് ചില അക്ഷരങ്ങൾ വന്നാൽ അത് താഇനെ മാറ്റി തോ ആക്കും. അതിൽപ്പെട്ട അക്ഷരമാണ് സ്വാദ്. അപ്പൊ ഇസ് എന്ന് സ്വാദ് വന്നു, ശേഷം ഇസ് ത എന്നാണ് ശരിക്കും വരുന്നത്. അപ്പൊ ഈ സ്വാദ് വന്നത് കൊണ്ട് ശേഷമുള്ള താഇനെ തോ ആക്കി മാറ്റി. അതാണ് ഇസ്ത്വബറ. ഇസ്ത്വബറ സ്വാദിനോട് യോജിക്കുന്ന ഉച്ചാരണം എന്ന നിലക്കാണ് അവിടെ താഇനെ തോ ആക്കി മാറ്റുന്നത്. ഇസ്ത്വബറ. ഇസ്ത്വബറ ശരിക്ക് അസലുള്ളത് ഇസ്തബറ എന്ന് താ ആയിരുന്നു. ആ താഇനെ മാറ്റിയിട്ടാണ് ഇവിടെ തോ ആക്കിയത്. ക്ഷമിച്ചു. ഇതിൽ നിന്നാണ് ആ പദം ഉണ്ടാകുന്നത്. സ്വബറയുടെ അതിൽ അംസയും താഉം ചേർന്നോ ഇഫ്തഅല എന്നായി മാറും. ഫഅല എന്നതിന് കൂടെ അംസയും താഉം മൂന്നക്ഷരമുള്ള ഫെയിലാണ്. മൂന്നക്ഷരമുള്ള ഫെയിലാണ് അസ്ലിൻ. മൂന്നക്ഷരമുള്ള ഫെയിലിൽ ഒന്നോ രണ്ടോ മൂന്നോ അക്ഷരങ്ങൾ അധികമായി വന്നേക്കാം പലപ്പോഴും. ഫഅല അഫ്അല അവിടെ അംസ അധികം വന്നു. ഫഅല ഇഫ്തഅല ഇവിടെ അംസയും താഉം അധികമായി വന്നു. ഫഅല ഇസ്തഫ്അല അംസയും സീനും താഉം അധികമായി വന്നു. മൂന്നെണ്ണേ വരില്ല, എപ്പോഴും വരില്ല. ഒരു ഫെയിലിന് മിനിമം മൂന്നക്ഷരം ഉണ്ടാകും, മാക്സിമം നാലക്ഷരം ഉണ്ടാകും. ലോകത്തുള്ള കോടാനുകോടി ഫെയിലെടുത്താലും ഈ രണ്ട് രൂപത്തിലേ വരുള്ളൂ. ഒന്നുകിൽ മൂന്നക്ഷരം അല്ലെങ്കിൽ നാലക്ഷരം. അതിലേക്ക് ഒന്നോ രണ്ടോ മൂന്നോ അക്ഷരങ്ങൾ അധികമായി വരാം. നാലക്ഷരമുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ അക്ഷരം അധികമായി വരാം. മൂന്നക്ഷരമുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ അക്ഷരങ്ങൾ അധികമായി വരാം. മാക്സിമം വന്നാൽ അധികാക്ഷരങ്ങളും ഒറിജിനൽ അക്ഷരം കൂടിയാൽ 6 വരെ പോവുള്ളൂ. 7 അക്ഷരമുള്ള ഫെയിൽ ഉണ്ടാവില്ല, 2 അക്ഷരമുള്ള ഫെയിൽ ഉണ്ടാവില്ല, 7 അക്ഷരമുള്ള ഫെയിലും ഉണ്ടാവുകയില്ല. ഒന്നുകിൽ 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6. അതിൽ തന്നെ അസ്ലിയായ അക്ഷരം ഒന്നുകിൽ 3 അല്ലെങ്കിൽ 4. അപ്പം 3 ആണെങ്കിൽ 3 എണ്ണം വരെ അധികം വരാം, 4 ആണെങ്കിൽ 2 എണ്ണം വരെ അധികം വരാം. ഇതിനുള്ളിൽ എല്ലാ ഫെയിലും ഒതുങ്ങും. അതാണ് അറബി ഭാഷ ഏറ്റവും വലിയൊരു അത്ഭുതം. അതുകൊണ്ട് ലോകത്തുള്ള കോടാനുകോടി ഫെയിൽ പഠിക്കാൻ ഈ 4 ഫെയിലുകൾ അല്ലെങ്കിൽ ആ 2 ഫെയിലുകൾ പഠിച്ചാൽ തന്നെ ബാക്കിയെല്ലാം പഠിഞ്ഞു. ഓരോന്നും പഠിക്കാൻ ആവശ്യമില്ല. അപ്പൊ ഫഅല അതാണ് അസ്ലി. അതിൽ അംസയും താഉം ചെല്ലുമ്പോഴാണ് ഇഫ്തഅല എന്നായി മാറുന്നത്. അതേ രൂപമാണ് സ്വബറ. അതിൽ അംസയും താഉം ചെല്ലുമ്പോൾ ശരിക്കും സ്വബറ എന്താണോ? സ്വബറ എന്നുള്ളത് ഇസ്തബറ ഇഫ്തഅല എന്ന രൂപത്തിൽ ഇസ്തബറ. പിന്നെ ഇവിടെ സ്വാദായതുകൊണ്ട് ഈ താഇനെ മാറ്റി തോ ആക്കി. അതാണ് ഇസ്തബറ എന്നായി മാറിയത്. അപ്പോൾ ഒരു ക്ലേശം സഹിച്ചുകൊണ്ട് ക്ഷമിക്കുക എന്ന കുറച്ചുകൂടി കാഠിന്യം കൂടും ഇഫ്തഅല വസ്നാകുമ്പോൾ. ഇഫ്തഅലയാകുമ്പോൾ കുറച്ചും കൂടി അതിന് കാഠിന്യം കൂടുമ്പോഴും ക്ഷമിക്കുകയല്ല, നന്നായി ക്ഷമിക്കുക, ശക്തമായി ക്ഷമിക്കുക, അല്പം ത്യാഗം സഹിച്ചുകൊണ്ട് ക്ഷമ കൈക്കൊള്ളുക എന്നൊക്കെ അർത്ഥം വരും ഈ വസ്നിലേക്ക് അത് മാറുമ്പോൾ. ഇസ്തബറ. അപ്പോൾ ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നല്ല ക്ഷമ നബിയെ താങ്കൾ കൈക്കൊള്ളുകയും ചെയ്യും. ക്ഷമ എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അസുഖം വരുമ്പോൾ മാത്രമുള്ള അല്ല ക്ഷമ. അത് ക്ഷമയുടെ ഒരു ഭാഗമാണ്. ക്ഷമ പല ഇനങ്ങളാണ്. അതിൽ ഒരു ക്ഷമ മാത്രമാണ് മുസീബത്തുകൾ വരുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളത്. മറ്റൊരു ക്ഷമയാണ് നന്മകൾ ചെയ്യുന്ന കാര്യത്തിൽ ക്ഷമ. എല്ലാ ദിവസവും 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ക്ഷമ ആവശ്യമുണ്ട്. അല്ലാത്തൊരു കഴിയില്ല. എല്ലാ സുന്നത്തും നിസ്കരിക്കാൻ, തഹജ്ജുദ് നിസ്കരിക്കാൻ, വിത്ർ നിസ്കരിക്കാൻ, അതേപോലെ മറ്റു സുന്നത്ത് നിസ്കരിക്കാൻ നല്ല ക്ഷമ ആവശ്യമുണ്ട്, അല്ലാതെ കഴിയില്ല. അപ്പം നന്മകൾ ചെയ്യാൻ ക്ഷമ വേണം, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ ക്ഷമ വേണം. അസ്സബ്റു അലാ മഹാരിമില്ല, അല്ലാഹ് ഹറാമാക്കിയ സംഗതികൾ അത് ഒഴിവാക്കാനും വേണം ക്ഷമ. എല്ലാവരും തെറ്റ് ചെയ്യുന്നു, നമ്മൾ മാത്രം ചെയ്യാതിരിക്കുന്നു, ക്ഷമ ആവശ്യമുണ്ട്. എല്ലാവരും നല്ലവരാണെങ്കിൽ അതിനൊപ്പം ജീവിക്കാൻ അത്ര വലിയ പ്രയാസമില്ല. തിന്മകൾ ധാരാളമായി വരുമ്പോൾ അതിനിടയിൽ ആ തിന്മയിൽ മുക്തമായി നിൽക്കണമെങ്കിൽ വലിയ ക്ഷമ ആവശ്യമുണ്ട്.
വസ്സലാ എന്ന് പറഞ്ഞത്. അതേപോലെ അസ്സബ്റു അലാ അഖ്ദാരില്ലാ, അള്ളാഹുവിൻ്റെ ഖദറുകൾ അതിൽ ക്ഷമിക്കുക. റബ്ബ് എന്താണോ നമുക്ക് നിശ്ചയിച്ചത് അതുണ്ടാകും, അതിൽ ക്ഷമിക്കുക. അതും ഒരു ക്ഷമ തന്നെയാണ്. അല്ലാതെ ഒരു അസുഖം വന്നു ക്ഷമിക്കുക എന്നുള്ളത് മാത്രമല്ല, അതും ക്ഷമയാണ്. ക്ഷമ വ്യത്യസ്തമായ ദർജകളാണ്, വ്യത്യസ്തമായ കിസ്മുകളാണ്, വ്യത്യസ്ത കിസ്മാണ് ഈ പറഞ്ഞത്. ആ കിസ്മിൽ തന്നെയുള്ള ക്ഷമ പല രൂപത്തിലുണ്ട്. ക്ഷമ അതിൽ ഏറ്റവും വ്യത്യാസങ്ങളുണ്ട്. അത് ഏറ്റവും ടോപ്പാണ്, നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് ക്ഷമ ഏതാ? ഏറ്റവും ഉന്നതമായ നിലവാരമുള്ള ക്ഷമ. ഈ പറഞ്ഞ ഏത് ഗണത്താലും, ത്വാഅത്തിനായാലും മഹാരിമിൻ്റെ മേലായാലും ഖദറിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ക്ഷമിക്കുമ്പോൾ ഏറ്റവും ഉന്നതമായ ക്ഷമ ഏതാണ്? അതെല്ലാം പറഞ്ഞു. ഈ പറഞ്ഞ എല്ലാത്തിനുമുള്ള ക്ഷമ വ്യത്യസ്ത ലെവലാണ്. അതിൽ തന്നെ ചെറിയ ക്ഷമ ഉണ്ടാവും, വലിയ ക്ഷമ ഉണ്ടാവൊക്കെ ഉണ്ടാവുമല്ലോ. അല്ലല്ല, സബ്റുൻ ജമീൽ, ഏറ്റവും ഉന്നതമായ ക്ഷമ എന്നുള്ളത് സബ്റുൻ ജമീൽ. യഅ്ഖൂബ് നബിയുടെ ക്ഷമ. മകൻ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. അപ്പോൾ എന്താ സബ്റുൻ ജമീൽ? ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്. സബ്റുൻ ജമീൽ അല്ലദീ ലാ ശക്വാ മഅഹു, ഒരു പരാതി പോലും ഇല്ലാത്ത ക്ഷമ. അതാണ് സബ്റുൻ ജമീൽ. ക്ഷമ പല രൂപത്തിലുണ്ട്. ബുദ്ധിമുട്ട് വന്നു കാണുന്നവരൊക്കെ പറയും, വല്ലാത്തൊരു ഇടങ്ങാറ്, സാരമില്ല, അല്ലാതെ പരീക്ഷണമല്ലേ, ഞാൻ ക്ഷമിക്കുകയാണ്. അതൊരു ക്ഷമയാണ്. പക്ഷെ ഒരാളോടും ഒരു ആപലാതി പോലുമില്ല, ഒരു പരാതി പോലുമില്ല. ഉള്ള പരാതി അള്ളാഹിനോട് പറയാം. ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, എൻ്റെ വിഷമവും ക്ലേശമൊക്കെ അള്ളാഹിനോട് ഞാൻ പരാതിപ്പെടുന്നു, വേറെ ആരോടും എനിക്കൊന്നും പറയാനില്ല. അതാണ് ഫസ്വബ്റുൻ ജമീൽ, സുന്ദരമായി ക്ഷമിക്കുക എന്നുള്ളതാണ്. അല്ലദീ ലാ ശക്വാ മഅഹു, ആ ക്ഷമയോടൊപ്പം പിന്നെ ശിക്കായത്തില്ല. നമ്മളൊക്കെ ക്ഷമിക്കലുണ്ടല്ലോ, പക്ഷെ ആ ക്ഷമിക്കൽ എന്താണ്? പലപ്പോഴും ശിക്കായത്തുള്ള ക്ഷമയാണ്. എല്ലാവരോടും പറഞ്ഞില്ലെങ്കിലും നമ്മൾ വേണ്ടപ്പെട്ടവരോടെങ്കിലും, മക്കളോടെങ്കിലും അല്ലെങ്കിൽ ഭാര്യയോടെങ്കിലും ഒക്കെ പറയാലോ, അല്ല വല്ലാത്തൊരു എടുക്കാതായി പോയി, എന്താ എനിക്ക് ഇങ്ങനെ ആയത്, സാരമില്ല, ഇനിയിപ്പോൾ ക്ഷമിക്കുക, പഠിച്ചോടെ തീരുമാനമല്ലേ. അത് ക്ഷമയാണ്. പക്ഷേ ഏറ്റവും ടോപ്പ് ക്ഷമ എന്ന് പറഞ്ഞാൽ സബ്റുൻ ജമീൽ, ആരോടും ഒരു അവരാതില്ല, പരാതില്ല, ഞാൻ അങ്ങനെ ആയിപ്പോയല്ലോ, എനിക്ക് ഗതി വന്നല്ലോ, അതൊന്നും പറയില്ല. പറയാനുള്ളത് അള്ളാഹിനോട് പറയും, ഖലാസ്, ബാക്കിയൊന്നുമില്ല. അതാണ് ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള ക്ഷമ. അതാണ് യാക്കൂബ് ഇസ്ലാം ക്ഷമിച്ചത്. സ്വന്തം മകൻ നഷ്ടപ്പെട്ടു വാർത്ത കിട്ടുമ്പോഴും അദ്ദേഹം പറഞ്ഞ വാക്കതാണ്, ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. വിഷമുണ്ടാവും, അല്ലാതാക്കൂല. വിഷമുണ്ടാവും. യാക്കൂബിന് കണ്ണിന് കാഴ്ച പോലും പോയി, വിഷമിച്ച് കരഞ്ഞിട്ട്. പക്ഷെ എന്നിട്ടും ഒരാളോട് പോലും അതേക്കുറിച്ച് ഒരു ആക്ഷേപം പോലും, ഒരു പരാതി പോലും അദ്ദേഹം പറഞ്ഞില്ല. മക്കളോട് പോലും, നിങ്ങൾ എന്ത് പണിയാ മക്കളെ കാട്ടിയത്, വല്ലാത്തൊരിതായി പോയി, ഇല്ല. ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. അതാണ് സബ്റുൻ ജമീൽ. അപ്പൊ ഏതായാലും എല്ലാത്തിനും ഉണ്ട് ക്ഷമ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ക്ഷമയുണ്ട്. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, മക്കളോട് നിസ്കാരം കൽപ്പിക്കണമെങ്കിലോ അതിനും ക്ഷമ വേണം. മക്കളോട് നിസ്കാരം കൽപ്പിക്കണമെങ്കിൽ ഒരു ക്ഷമ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ പറഞ്ഞു ഓരോ വൈക്കല്ല, ഒരിക്കൽ വാപ്പര് ശല്യക്കാരായി മാറാണ്. അപ്പൊ നമുക്കും തോന്നും, എന്താ ഇപ്പൊ നമ്മളിത് വിളിക്കുമ്പോൾ ഒരിക്കലും എടുക്കാറ്, ആ ഞാൻ ഉറങ്ങിക്കോട്ടെ, എന്താ അപ്പൊ എന്റെ ഖബർക്ക് ഞാനല്ലേ പോവുള്ളൂ. അല്ല, വസ്തബിർ അലൈഹാ, ആ കാര്യത്തിൽ നല്ല ക്ഷമ നബിയെ താങ്കൾ കൈക്കൊള്ളണമെന്ന് അല്ല നബിനോടാ പറയണത്. അപ്പൊ നമ്മോട് പിന്നെ എന്താ പറയാ? പഠിച്ചോ നബിയോട് പറയാം, നബിയെ നിങ്ങൾ കുടുംബത്തോട് നിസ്കാരം കൽപ്പിക്കണം. വസ്തബിർ അലൈഹാ, അതിൽ നിങ്ങൾ ക്ഷമ അവലംബിക്കുകയും വേണം. പിന്നെ ലാ നസ്അലുക റിസ്ഖാ, അതെ സ്വലാത്തിന് ലാ നസ്അലുക റിസ്ഖാ, ലാ നസ്അലുക, നാം നിന്നോട് ചോദിക്കുന്നില്ല, റിസ്ഖൻ, ഒരു റിസ്ഖും ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല. എനിക്ക് ഒന്നും തന്നെ ആവശ്യമില്ല അർത്ഥം. പടച്ചോന് ഒന്നും കൊടുക്കേണ്ടതില്ല. അള്ളാഹ്ക്ക് ഒരു ഉപജീവനം, റഹ്മാനായ റബ്ബിന് റിസ്ക്, അത് നമ്മൾ നൽകേണ്ടതില്ല. ലാ നസ്അലുക റിസ്ഖ എന്ന് മാത്രമല്ല, നഹ്നു നർസുഖുക, നഹ്നു നാം, നർസുഖുക നിനക്ക് റിസ്ക് നൽകാം. അപ്പൊ നിസ്കരിച്ചിരുന്നാൽ മതിയോ? അള്ളാഹ്ക്ക് ഇബാദത്ത് കൂടിയാൽ മതിയോ? റിസ്ക്കൊന്നും തേടിപ്പോണ്ടേ?
ഇതൊക്കെ ഉണ്ടെങ്കിൽ അല്ലാഹു തആല റിസ്കിന്റെ വഴിയോന് എളുപ്പമാക്കി കൊടുക്കും എന്ന സൂചന കൂടി അതിലുണ്ട് എന്നാണ്. അതാണ് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത്, ഇദാ അഖംത സ്വലാ അതാക റിസ്ഖു മിൻ ഹൈസു ലാ തഹ്തസിബ്. നീ കൃത്യമായി മുറപ്രകാരം നിസ്കരിക്കുന്നുവെങ്കിൽ നീ വിചാരിക്കാത്ത വഴിയിൽ നിനക്ക് റിസ്ക് വരും എന്ന് ഈ ആയത്തിന് മനസ്സിലാക്കാവുന്നതാണ്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ല, അത് കൃത്യമായി നിർവഹിക്കുന്നു എങ്കിൽ റിസ്ക് മുടങ്ങല്ല ചെയ്യാം, റിസ്ക് നിനക്ക് വന്നു ചേരും. ആളുകൾ പറയും, ഇപ്പൊ അഞ്ചരങ്ങ കട പൂട്ടി നിസ്കരിക്കാൻ പോയാൽ കച്ചവടം വേണ്ടേന്ന്. തിരിച്ചാണ് അല്ലാഹ് പറഞ്ഞത്, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഇഖാമത്തുണ്ടോ, കൃത്യമായി മുറപ്രകാരം നിർവഹിക്കുന്നുണ്ടോ എങ്കിൽ എനിക്ക് റിസ്ക് വരും. സൂറത്തുൽ തലാഖ് അല്ലാഹ് പറഞ്ഞല്ലോ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഉലക്ക് തഖ്വയുണ്ടെങ്കിൽ യജ്അൽ ലഹു മഖ്റജ, അവന് അല്ലാഹു തആല ഒരു മഖ്റജ് ഉണ്ടാക്കി കൊടുക്കും, ഒരു എക്സിറ്റ്. ബുദ്ധിമുട്ടും കട്ടപ്പാടൊക്കെ വരുമ്പോൾ അതിന് രക്ഷപ്പെടാനുള്ള ഒരു വഴി അല്ലാഹു തആല നൽകും. വയർസുഖുഹു, അവൻ റിസ്ക് നൽകും. മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ പോലും വിചാരിക്കാത്ത വഴിയിൽ റബ്ബവന് റിസ്ക് നൽകും എന്നാണ്. അതേപോലെ സൂറത്തുൽ ദാരിയാത്ത് അല്ലാഹ് പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. പള്ളിയിൽ ഇരിക്കണം എന്നല്ലേ പറഞ്ഞിട്ട്, പള്ളിയിൽ റിസ്ക് തേടി പോകേണ്ടതല്ല, റിസ്ക് തേടി പോകണം. പക്ഷെ ആ നിസ്കാരത്തിന് അത് തടസ്സമാകാൻ പാടില്ല. റിസ്ക് തേടി പോകണം, അതിനിടയിലും നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. ഈ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിച്ചാൽ അത് റിസ്കിന് കോട്ടമല്ല, അത് റിസ്കിന് എളുപ്പമാണായി മാറുക. റിസ്ക് കിട്ടാനുള്ള ഒരു എളുപ്പമായി അത് മാറും. ദുന്യാവ് ആലോചിച്ച് നടന്നിട്ട് പരലോകം വേണ്ട വെച്ചാൽ ദുന്യാവും ഉണ്ടാവില്ല, പരലോകം ഉണ്ടാവില്ല. പരലോകം വിചാരിച്ച് ദുന്യാവിന്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വന്നാൽ അതുകൊണ്ട് ദുന്യാവ് വിട്ട് കുറയൂല, പരലോകം അവന് കിട്ടുകയും ചെയ്യും എന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ച അധ്യാപനം. അപ്പൊ എന്നോട് നാം റിസ്ക് ചോദിക്കുന്നില്ല, അത് അല്ലാഹു തആല നൽകും. ഇനി മാത്രം നമ്മൾ തേടിപ്പോയതുകൊണ്ട് മാത്രം പടച്ച റബ്ബിന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ റിസ്ക് വല്ലതും കിട്ടുമോ? ഒന്നുമില്ലല്ലോ. നമ്മളാകെ ബേജാറായി ഒക്കെ പാടായിക്കാണ്ട് നിസ്കാരമില്ല, നോമ്പുമില്ല, ഒന്നുമില്ല, ഒന്നാകെ ഇതിനെ പിന്നാലെ കൂടി നടന്നു. എന്നാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് വല്ലതും കിട്ടുമോ? ഒന്നും ഉണ്ടാവുകയില്ല. നബി തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, മൻ കാന ഹമ്മുഹു, വല്ലവന്റെയും ഹമ്മ് ദുനിയാവാണ് എങ്കിൽ, ഒരാളുടെ ഹമ്മ് ദുന്യാവ് മുഖ്യ ലക്ഷ്യം, മൻ കാനത്ത് ദുന്യാ ഹമ്മുഹു, ഒരാളുടെ ഹമ്മ് ദുന്യാവാണ് എങ്കിൽ ഫർറഖ അല്ലാഹു അലൈഹി അംറഹു, അല്ലാഹുവിന്റെ കാര്യങ്ങളൊക്കെ ഛിന്ന ഭിന്നമാക്കി കളയും. ഒരാളുടെ മുഖ്യ ലക്ഷ്യം ദുനിയാവാണ്, ദുന്യാവിന്റെ പിന്നാലെ മാത്രം ഒരാൾ ഓടുകയാണ് എങ്കിൽ അവന്റെ കാര്യങ്ങൾ ഛിന്ന ഭിന്നമാകും. പലയിടത്തും പല രൂപത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ മേൽക്ക് മേലെ വരുന്ന അർത്ഥം. ഒന്ന് കഴിയുമ്പോൾ ഒന്ന്, അത് കഴിയുമ്പോൾ വേറൊന്ന്, ഒരാകെ അതുകൊണ്ട് ഇടങ്ങാറായി പോകും. വജഅല ഫഖറഹു ബൈന ഐനൈഹി, ഇവിടെ ദാരിദ്ര്യം കൺമുമ്പിൽ അല്ലാഹു തആല നിശ്ചയിക്കും. എത്ര അവന് കിട്ടിയാലും ഓനെ ഇടങ്ങാറേ ഉണ്ടാവുള്ളൂ, ദാരിദ്ര്യമേ ഉണ്ടാവുള്ളൂ. കച്ചവടമൊക്കെ ഉണ്ട്, വരുമാനമൊക്കെ ഉണ്ട്, പക്ഷെ എന്താണെന്ന് അറിയില്ല, ആകെ ഇടങ്ങാറ്, എന്നും പ്രശ്നങ്ങൾ. അവൻ നിശ്ചയിക്കപ്പെട്ടതിനപ്പുറത്ത് ഒന്നും ഒട്ട് ദുന്യാവെന്ന് കിട്ടുകയുമില്ല. എന്നാൽ ഒരാളുടെ നിയ്യത്ത് ആഖിറമാണ് എങ്കിൽ ജമഅലഹു അംറഹു, അവന്റെ എല്ലാ കാര്യങ്ങളെയും ഒരുമിച്ച് കൂട്ടിക്കൊടുക്കുന്നതാണ്. ഛിന്ന ഭിന്നമാക്കാതെ എല്ലാം അല്ലാഹു ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും. വലിയ പ്രശ്നമില്ല, എല്ലാം പെട്ടെന്ന് 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 പരിഹരിച്ചു പോകാവുന്ന രീതിയിലായിരിക്കും. വജഅല ഗിനാഹു ഫീ ഖൽബിഹി, അവന്റെ മനസ്സിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ധന്യത, ഒരു ഐശ്വര്യം അല്ലാഹു നൽകും. വഅതതുഹു ദുനിയാ വഹിയ റാഗിമ, ദുനിയാവ് അവനിലേക്ക് ഇങ്ങോട്ട് വരികയും ചെയ്യും. ഓൻ അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. ദുനിയാവിന്റെ പിന്നാലെ ഓടിയാൽ ഓടിത്തളരേ ഉള്ളൂ. ദുനിയാവ് ഓന്റെ പിന്നാലെ വന്നാലോ ഓന് പ്രശ്നവുമില്ല. ഇത് നബി തങ്ങൾ പറഞ്ഞ സ്വഹീഹായ വചനമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ജഅല ഹുമൂമ ഹമ്മൻ വാഹിദ, മൻ ജഅല ഹുമൂമ ഹമ്മൻ വാഹിദ, ഒരാൾ എല്ലാ ഹമ്മുകളെയും എല്ലാ അവന്റെ ടെൻഷനുകളെയും ഒറ്റ ടെൻഷനാക്കി മാറ്റി. അതേതാ? ഹമ്മൽ മആദ്, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലണമല്ലോ, അതാണ് ഓന് വലിയ കാര്യം. എന്ത് പ്രശ്നം വന്നാലും ഏത് വിഷമം വന്നാലും ഓൻ ചിന്തിക്കണം എന്താണ്?
ഇതൊന്നും വലിയ കാര്യമില്ല, ഇതിനേക്കാളും വലുതാണല്ലോ, അള്ളാഹിന്റെ മുമ്പിലേക്ക് പോകണം. അതാണ് അവന്റെ മുഖ്യമായ ചിന്തയെങ്കിൽ കഫാഹുല്ലാഹു ഹമ്മ ദുന്യാഹു, അവന് ദുന്യാവിന്റെ കാര്യം അല്ലാഹു തആല ഓന് മതിയാക്കി കൊടുക്കുന്ന, അതിമോനെ എടുങ്ങാറാക്കൂല. എന്നാൽ വമൻ തശഅബത് ബിഹിൽ ഹുമൂമു ഫി അഹ്വാലി ദുന്യാ, ദുന്യാവിന്റെ ഹാലുകളിൽ വ്യത്യസ്തമായ ഹമ്മുകൾ ഓനുണ്ട് എങ്കിൽ എല്ലാം ഓൻ ഏറ്റെടുക്കുക. ദുന്യാവിൻ്റെ ഒരുപാട് സംഗതി ഓനാകെ ആലോചിച്ചും ബേജാറായും ടെൻഷനായും അതെല്ലാം കൂടി തലയേറ്റ് നടക്കരുത്. പരലോകം എത്ര വലിയ വിഷയം തന്നെ, അതൊക്കെ അവിടെ ചെല്ലുമല്ലേ അപ്പം നോക്കാതാണ് എങ്കിൽ ലം യുബാദില്ലാഹു ഫി അയ്യി ഔദിയതിഹി ഹലക്, ദുന്യാവിലെ ഏത് താഴ്വരയിലാണ് അവൻ നശിക്കുന്നത് എന്ന് അല്ലാഹ് പരിഗണിക്കുകയില്ല. അതിന് എവിടെയും അവന് നാശം ഉണ്ടായേക്കാം എന്നർത്ഥം. അപ്പൊ ഇവിടെ അല്ലാഹ് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയതാണ്, നിന്നോട് നാം റിസ്ക് ചോദിക്കുന്നില്ല, നിനക്ക് ഞാൻ റിസ്ക് നൽകാം. ലാ നസ്അലുക റിസ്ഖ, നിന്നോട് നാം റിസ്ക് ചോദിക്കുന്നില്ല. പിന്നെയോ നഹ്നു നർസുഖുക, നാം നിനക്ക് റിസ്ക് നൽകാം എന്ന് അല്ലാഹു തആല നബിയോട് പ്രത്യേകമായി പറയുന്നു. മാത്രമല്ല ഹദീസിൽ കാണാം, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അസാബഹു ഖസാസ, നബിക്ക് വല്ല പ്രയാസങ്ങളും നേരിട്ടാൽ, വല്ല ബുദ്ധിമുട്ടും കട്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ നബിക്ക് നേരിടുകയാണെങ്കിൽ നാദാ അഹ്ലഹു, നബി കുടുംബത്തെ വിളിക്കും. എന്നിട്ട് പറയാ അഹ്ലാ സ്വല്ലു സ്വല്ലു, നിസ്കരിക്കൂ നിസ്കരിക്കൂ എന്ന് പറയുമായിരുന്നുവെന്നാണ്. അപ്പൊ അത് ഒരു മാതൃക തന്നെയാണ്. അതാണ് ഇവിടെ പറഞ്ഞ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചോളി, അല്ലാഹു തആല റിസ്കിനുള്ള വഴി നിങ്ങൾക്ക് എളുപ്പമാക്കി തരും. അപ്പൊ റിസ്കിന്റെ മാർഗം എളുപ്പമാകാനുള്ള ഒരു കാരണം കൂടിയാണ് ഒരാൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാവുക എന്നത്. ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക, നാം നിനക്ക് റിസ്ക് നൽകും. വൽ ആഖിബതു ലിത്തഖ്വാ, വൽ ആഖിബതു അവസാന വിജയം, പര്യവസാനം ലിത്തഖ്വാ, തഖ്വക്കാകുന്നു. എന്തൊക്കെ ആയാലും അവസാനം വിജയിക്കുന്നത് തഖ്വയാണ്. ബാക്കിയെല്ലാം ഇവിടെ ഇട്ടേച്ചു പോകാനുള്ളതാണ്. സ്വർഗമാണ് വിജയം, അതാണ് ആഖിബത്ത്. വൽ ആഖിബത്തു ലിത്തഖ്വാ, തഖ്വക്കാണ് ആഖിബത്ത്, അവസാനത്തെ വിജയം, പര്യവസാനമുള്ളത് തഖ്വയുള്ളവർക്ക് തന്നെയാകുന്നു. വഖാലു ലൗലാ യഅതീനാ ബിആയത്തിൻ മിർ റബ്ബി, അല്ലാഹു സുബ്ഹാനഹു അവസാനിപ്പിക്കുമ്പോൾ മക്കയിലെ അവിശ്വാസികളുമായി ബന്ധപ്പെട്ട് ചില യാഥാർത്ഥ്യം കൂടി പറയാണ്. മക്കിയായ സൂറത്താണ്, നബി തങ്ങളെ ധാരാളമായി അവർ മർദ്ദിച്ച പ്രയാസപ്പെടുത്തിയ സമയത്ത് ഇറങ്ങിയ വചനങ്ങളാണ്, നബിയെ സമാധാനിപ്പിക്കലാണ്, അവരെ വാണിങ്ങാണ് എന്നൊക്കെ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു. ഇനി അവസാനം ഇത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹ് പറയുന്നു വഖാലു, അവർ പറയും, ആര്? ഈ അവിശ്വാസികൾ, തള്ളിക്കളയുന്ന കളവാക്കുന്ന ആളുകൾ പറയും, ലൗലാ യഅതീനാ ബിആയത്തിൻ മിർ റബ്ബിഹി, ലൗലാ യഅതീനാ, എന്തുകൊണ്ടാണ് ഈ പ്രവാചകൻ കൊണ്ടുവരാത്തത്? ലൗലാ യഅതീനാ, അദ്ദേഹം എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല? ഈ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ബിആയത്തിൻ മിർ റബ്ബിഹി, തൻ്റെ റബ്ബിൽ നിന്നുള്ള ഒരു ആയത്ത്, ഒരു ദൃഷ്ടാന്തം എന്താണ് നബി കൊണ്ടുവരാത്തത് എന്നവർ പറയുന്നു. നബി നബിയാണെന്ന് ബോധ്യപ്പെടാൻ ഇതൊന്നും മുൽക്ക് പോരാ, ഈ കണ്ട തെളിവുകളൊന്നും തെളിവല്ല. അപ്പോഴും പറയും, എന്താ ഒരു തെളിവ് കൊണ്ടുവന്നുകൂടെ എന്നവർ പറയുന്നു. അതാണ് വഖാലു ലൗലാ യഅതീനാ ബിആയത്തിൻ മിർ റബ്ബിഹി, റബ്ബിൽ നിന്നുള്ള ആയത്ത് എന്തുകൊണ്ടാണ് അദ്ദേഹം കൊണ്ടുവരാത്തത് എന്നവർ പറയുന്നു. എങ്കിൽ അവലം തഅതിഹിം ബയ്യതു മാ ഫിസ് സുഹുഫിൽ ഊലാ, അവലം തഅതിഹിം, അവർക്ക് വന്നില്ലയോ, ബയ്യതു മാ ഫിസ് സുഹുഫിൽ ഊലാ, ആദ്യ വേദഗ്രന്ഥങ്ങൾ, അതിൽ പറഞ്ഞ വ്യക്തമായ ദൃഷ്ടാന്തം അവർക്കിപ്പോൾ വന്ന് കിട്ടിയില്ലയോ? തൗറാത്തിൽ പറഞ്ഞു, ഇഞ്ചീലിൽ പറഞ്ഞു, സബൂറിൽ പറഞ്ഞു, ഇവിടെ അവസാന പ്രവാചകൻ വരാനുണ്ട്, വേദഗ്രന്ഥം ഇറങ്ങാനുണ്ട്, അത് വന്നില്ലേ? അതിലും വലിയ ദൃഷ്ടാന്തം ഇനി എന്താണ് അവർക്ക് വേണ്ടത്? ബാക്കി ഇതിന് താഴെയാണ്. നബിക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഖുർആനാണ്, അതിൽ താഴെയുള്ളതേ ഇനി ഉള്ളൂ. അപ്പൊ ഈ ഏറ്റവും വലിയ ബയ്യനത്ത്, വ്യക്തമായ ദൃഷ്ടാന്തം വന്ന് കിട്ടിയില്ലേ അവർക്ക്? ഇനിയും എന്താണ് അവർക്ക് ആവശ്യം എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. ഒരുപാട് സ്ഥലത്ത് റബ്ബ് ഇതേ സമാനമായ പ്രയോഗങ്ങൾ നടത്തി കാണാൻ കഴിയും. സൂറത്ത് അൻകബൂത്തിൽ കാണാം, വഖാലു ലൗലാ ഉൻസില അലൈഹി ആയാത്തും മിർ റബ്ബിഹി, എന്തുകൊണ്ട് ഈ പ്രവാചകന് റബ്ബിൽ നിന്ന് ദൃഷ്ടാന്തങ്ങൾ ഇറക്കപ്പെടുന്നില്ല എന്നവർ പറയുന്നു. ഖുൽ ഇന്നമൽ ആയാതു ഇൻദല്ലാഹ്, പറയുക, ദൃഷ്ടാന്തങ്ങൾക്ക് റബ്ബിന്റെ പക്കലാണ്.
ഞാനിങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് ദൃഷ്ടാന്തം കാണിക്കാൻ വന്നൊരാളൊന്നുമല്ല, അത് റബ്ബാണ് നടപ്പാക്കുന്നവൻ. വഇന്നമാ അന നദീറും മുബീൻ, തീർച്ചയായും ഞാനൊരു വ്യക്തമായ മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. അവലം യക്ഫിഹിം അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ യുത്ലാ അലൈഹിം, പാരായണം ചെയ്യപ്പെടാവുന്ന ഒരു ഗ്രന്ഥം നാം നിനക്ക് ഇറക്കി എന്നത് പോലെ അവർക്ക് എന്നാണ്. അതുപോലെ അതിലും ഒരു ദൃഷ്ടാന്തം എന്താണ് അവർക്ക് വേണ്ടത്? അപ്പോൾ എല്ലാ നബിമാർക്കും ദൃഷ്ടാന്തമുണ്ട്. നമ്മുടെ നബിക്ക് നൽകപ്പെട്ട ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തം വിശുദ്ധ ഖുർആൻ തന്നെയാണ്. അപ്പോൾ അവർ പറയും, ഈ പ്രവാചകൻ എന്തുകൊണ്ട് ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരുന്നില്ല? അവർക്ക് വന്നില്ലയോ ബയ്യത്തു മാ ഫി സുഹുഫിൽ ഊലാ, ആദ്യകാല വേദഗ്രന്ഥങ്ങളിലുള്ള ആ വ്യക്തമായ ദൃഷ്ടാന്തം അതവർക്ക് വന്നില്ലയോ? വലൗ അന്നാ അഹ്ലക്നാഹും ബിഅദാബിൻ മിൻ ഖബ്ലി, വലൗ അന്നാ അഹ്ലക്നാഹും, നാം എങ്ങാനും അവരെ നശിപ്പിച്ചിരുന്നുവെങ്കിൽ, വലൗ അന്നാ അഹ്ലക്നാഹും, നാം അവരെ നശിപ്പിച്ചിരുന്നുവെങ്കിൽ, അഹ്ലക്ന, ഇവിടെ അഹ്ലക്ക നേരത്തെ പറഞ്ഞ നശിപ്പിച്ചു, അഹ്ലക്ന നാം നശിപ്പിച്ചു, ഹും അവരെ, വലൗ അഹ്ലക്നാഹും എന്നർത്ഥം, നിശ്ചയമായും നാം അവരെ നശിപ്പിച്ചിരുന്നുവെങ്കിൽ, ബിഅദാബിൻ, ഒരു അദാബ് കൊണ്ട്, മിൻ ഖബ്ലിഹി, ഇതിന് മുമ്പ് തന്നെ, ഒരു നബി വരുന്നതിന് മുമ്പേ തന്നെ നശിപ്പിച്ചിരുന്നുവെങ്കിൽ, നബി വരുമ്പോൾ എന്താ മക്കത്തെ അവസ്ഥ? എല്ലാ തിന്മയുമുണ്ട്, എല്ലാ തോന്നിവാസവുമുണ്ട്, ശിർക്കുണ്ട്, ഖുറാഫാത്തുണ്ട്, ഹറാമുകളുണ്ട്, കൊലപാതകവും വ്യഭിചാരവും മദ്യപാനവും അടക്കം എല്ലാ തിന്മയും കൊടികുത്തി വാഴുന്ന സമയമാണ്. ഒരു നബിയിൽ നിന്നും പറഞ്ഞേക്കാതെ അല്ലാഹ് നശിപ്പിച്ചൂടെ? ഒരു നബി വന്നിട്ടില്ല, അവർ ഖുർആനും ഇറക്കിയിട്ടില്ല. അല്ലാഹു തആലാക്ക് അവരെ ഒരു അദാബ് ഇറക്കി നശിപ്പിക്കാൻ വല്ല പ്രയാസവുമുണ്ടോ? ഇല്ല. എന്നിട്ടും അല്ലാഹ് നബിയെ പറഞ്ഞയച്ചു, ഖുർആൻ അവതരിപ്പിച്ചു. അപ്പൊ അതിനു മുമ്പ് നാം അവരെ ഒരു അദാബ് കൊണ്ട് നശിപ്പിച്ചിരുന്നുവെങ്കിൽ ലഖാലു, അവർ പറയുക തന്നെ ചെയ്യും, റബ്ബനാ ലൗലാ അർസൽത ഇലൈനാ റസൂലാ, റബ്ബനാ ഞങ്ങൾ രക്ഷിതാവേ, ലൗലാ അർസൽത, നീ എന്തുകൊണ്ട് ഞങ്ങളിലേക്ക് അയച്ചില്ല, ഇലൈനാ റസൂലാ, ഞങ്ങളിലേക്ക് റസൂലിനെ നിനക്ക് അയച്ചുകൂടായിരുന്നുവോ? എനിക്ക് അറിയില്ല റബ്ബേ, അതിനു മുമ്പ് ഇതറിയിക്കാൻ, ഇതൊക്കെ പറഞ്ഞു തരാൻ ഒരു റസൂലിലേക്ക് നിയോഗിച്ചുകൂടായിരുന്നുവോ എന്നവർ പറയും. അങ്ങനെ നിയോഗിച്ചിരുന്നുവെങ്കിൽ ഫനത്തബിഅ ആയാതിക, അങ്ങനെയാണെങ്കിൽ ഫനത്തബിഅ, ഞങ്ങൾ പിന്തുടരുമായിരുന്നു, ആയാതിക, നിന്റെ ആയത്തുകളെ ഞങ്ങൾ പിൻപറ്റുമായിരുന്നു റബ്ബേ, മിൻ ഖബ്ലി അൻ നദില്ല വനഖ്സാ, മിൻ ഖബ്ലി അൻ നദില്ല, ഞങ്ങൾ നിന്നരാകുന്നതിന് മുമ്പ്, വനഖ്സാ, ഞങ്ങൾ ആകെ വഷളാക്കപ്പെടുന്ന, നിസ്സാരവൽക്കരിക്കപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾ അതൊക്കെ അംഗീകരിക്കാൻ തയ്യാറാകുമായിരുന്നല്ലോ എന്നവർ പറയുമായിരുന്നു. ഒരു റസൂൽ വരാതെയാണ് അല്ലാഹുവിന്റെ അദാബ് എങ്കിൽ, ഒരു ഖുർആൻ ഇറക്കാതെയാണ് റബ്ബ് അവരെ ശിക്ഷിക്കുന്നതെങ്കിൽ, അപ്പോൾ അവർ പറയും, പഠിച്ചോയ റസൂലിനെ പറഞ്ഞയച്ചാൽ ഞങ്ങൾക്കത് പ്രകാരം ജീവിക്കാമായിരുന്നല്ലോ, നീ ഞങ്ങൾക്ക് ദൃഷ്ടാന്തം ഒരു വചനമിറക്കി തന്നാൽ ഞങ്ങൾ പിൻപറ്റുമായിരുന്നുവല്ലോ എന്നവർ പറയും. ആ റസൂലാണ് ഈ വന്നിരിക്കുന്നത്, ആ ഖുർആനാണ് ഈ അവതരിപ്പിച്ചിരിക്കുന്നത്. അവതരിപ്പിച്ചപ്പോഴോ ആ റസൂലിനെ സ്വീകരിക്കുന്നില്ല, ആ വചനങ്ങൾ അവർ അംഗീകരിക്കുന്നില്ല. ആ റസൂലിനെ തന്നെ തള്ളിക്കളയാനും കളവാക്കാനുമാണ് അവർ മുന്നോട്ട് വരുന്നത്. ഇതും അല്ലാഹു തആല പല സ്ഥലത്തും പറഞ്ഞു, വലൗ ജാഅത്തുഹും കുല്ലു ആയ ഹത്താ യറവുൽ അദാബൽ അലീം, എല്ലാ ദൃഷ്ടാന്തം വന്നാലും ശരി അവർ വിശ്വസിക്കുകയില്ല, വലിയ ശിക്ഷ കൺമുമ്പിൽ കാണുമ്പോഴല്ലാതെ. അതേപോലെ അല്ലാഹ് പറഞ്ഞു, ഈ കിതാബ് നാം ഇറക്കാൻ തന്നെ കാരണം, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകും ഫത്തബിഉഹു, ഈ കിതാബ് നാം ഇറക്കിയത് അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്, നിങ്ങളത് പിൻപറ്റുക എങ്കിൽ നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കും. അൻ തഖൂലു ഇന്നമാ ഉൻസില കിതാബു അലാ ത്വായിഫതൈനി മിൻ ഖബ്ലിനാ, നമ്മുടെ മുമ്പുള്ള രണ്ട് വിഭാഗത്തിലാണ് ഗ്രന്ഥമിറക്കപ്പെട്ടത്, നമുക്കതൊന്നും ഉണ്ടായില്ല എന്ന് പറയാതിരിക്കുവാനാകുന്നു. അല്ല തൗറാത്ത് ഇറക്കി, ഇഞ്ചീൽ ഇറക്കി, നമുക്ക് നമ്മൾ ഇറക്കിയില്ല, അതുകൊണ്ട് നമ്മളൊക്കെ മോശമായി പോയി എന്ന് പറയാതിരിക്കാനാണ് നാം ഈ ഗ്രന്ഥം ഇറക്കിയത്. ഔ തഖൂലു, അല്ലെങ്കിൽ പറയാതിരിക്കാനാണ് ഈ കിതാബ് ഇറക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കുമായിരുന്നു എന്നവർ പറയാതിരിക്കാനാണ് നാം ഇതിറക്കിയത്. ഇന്ന് സൂറത്തുൽ അൻആമിലെ 155 മുതൽ 157 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു തആല ഈ ആശയം പഠിപ്പിക്കുന്നു. സൂറത്തു ഫാത്തിറിൽ കാണാം, വഖസമു ബില്ലാഹി ജഹദ ഐമാനിഹിം, അവരൊക്കെ അങ്ങേയറ്റം സത്യം ചെയ്ത് പറയുന്നു, ലഇൻ ജാഅഹും നദീറുൻ ലയകുനുന്ന അഹ്ദാ മിൻ ഇഹ്ദൽ ഉമം, ഞങ്ങൾക്കെങ്ങാനും ഒരു താക്കീതുകാരൻ വരികയാണെങ്കിൽ
മറ്റ് ഏത് സമുദായങ്ങളെക്കാളും ഞങ്ങൾ നേർമാർഗം പ്രാപിക്കുക തന്നെ ചെയ്യും എന്നവർ സത്യം ചെയ്ത് പറഞ്ഞിരുന്നു. എന്നാൽ ഫലമ്മാ ജാഹും നദീറുൻ മാ സാദഹും ഇല്ലാ നുഫൂറാ. ഒരു താക്കീതുകാരൻ വന്നപ്പോഴോ അവർക്ക് വിദ്വേഷമല്ലാതെ വർദ്ധിച്ചില്ല. ഒരു നബി വന്നാൽ ഞങ്ങൾ എന്തായാലും വിശ്വസിക്കുമെന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോഴാ നബി വന്നപ്പോൾ ആ നബിയെ തള്ളിക്കളയാനും പരിഹസിക്കാനും മർദ്ദിക്കാനുമാണ് അവർ തയ്യാറാകുന്നത്. സൂറത്ത് ഫാത്തിറിലെ 42-ാമത്തെ വചനം. സമാനമായി സൂറത്ത് അൻആമിൽ 109 മുതൽ 110 വരെയുള്ള ആയത്തുകളിൽ അത് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ കളവാക്കിയ ആളുകൾ അവരെ നാം നേരത്തെ നശിപ്പിച്ചിരുന്നുവെങ്കിൽ അപ്പൊ അവര് പറയും, പഠിച്ചോനെ ഒരു റസൂലിനെ പറഞ്ഞയച്ചുകൂടായിരുന്നുവോ? പക്ഷെ ഇപ്പൊ പറഞ്ഞയച്ചപ്പോഴോ അവർ അത് സ്വീകരിക്കുന്നില്ല. ഖുൽ കുല്ലും മുതറബ്ബിസും ഫതറബ്ബസു. അതുകൊണ്ട് ഇനി ഓരോ കാര്യത്തിൽ ഒന്നും പറയാനില്ല. ഒരിക്കൽ അല്ലാഹു റസൂലിനെ പറഞ്ഞയച്ചു, കിതാബ് ഇറക്കി, ബോധ്യപ്പെടാവുന്ന ദൃഷ്ടാന്തങ്ങളൊക്കെ വന്നു. എന്നിട്ടും ധിക്കാരപരമായി വാശി കാണിച്ച് അവർ ആ ധിക്കാരത്തിൽ, ആ കുഫറിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് നബിയെ താങ്കൾ പറഞ്ഞേക്കുക, കുൽ, നബിയെ താങ്കൾ പറയുക, കുല്ലുൻ മുതറബ്ബിസുൻ, കുല്ലുൻ, എല്ലാവരും മുതറബ്ബിസുൻ, കാത്തിരിക്കുന്നവരാകുന്നു. എല്ലാവർക്കും കാത്തിരിക്കാം. എന്താ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞേക്കുക. ഫതറബ്ബസു, അതാ നിങ്ങളും കാത്തിരുന്ന് കൊള്ളുക. നമുക്കൊക്കെ കാത്തിരുന്ന് കാണാം. ഇത് ഞാവോടുകൂടി എല്ലാം കഴിഞ്ഞില്ലല്ലോ. ഇത് കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട്, പരലോകം വരാനുണ്ട്. അപ്പൊ ബോധ്യപ്പെടും ആരാണ് ശരി, ആരാണല്ലാത്തവർ, ഞാൻ റസൂൽ തന്നെയാണോ അല്ലേ എന്നൊക്കെയുള്ള ഒരു ബോധ്യം അപ്പോൾ വരും. അതുകൊണ്ട് ഫതറബ്ബസു, നിങ്ങൾ കാത്തിരിക്കുവീൻ എന്ന് നബിയെ താങ്കൾ പറഞ്ഞേക്കുക. ഫസതഅലമൂന മൻ അസ്ഹാബുസ് സിറാത്തിസ് സവിയ്യി വമൻ ഇഹ്തദാ. ഫസതഅലമൂന, അപ്പോൾ നിങ്ങൾക്ക് അറിയാറാകും, മൻ അസ്ഹാബുസ് സിറാത്തിസ് സവിയ്യി, ശരിയായ വഴിയുടെ ആളുകൾ ആരാണ് എന്ന് അപ്പോൾ മനസ്സിലാകും. വമൻ ഇഹ്തദാ, ഹിദായത്ത് പ്രാപിച്ചവരും. അപ്പൊ ഇനി അതേ പറയാനുള്ളൂ, വേറൊന്നുമില്ല. ഓർക്ക് ബോധ്യപ്പെടണമെങ്കിൽ ബോധ്യപ്പെടാൻ മാത്രമുള്ള തെളിവിറങ്ങിയിട്ടുണ്ട്, ഖുർആൻ ഇറക്കിയിട്ടുണ്ട്, മറ്റു പല ആയാത്തുകളും ഉണ്ടായിട്ടുണ്ട്. ഇനി അവർക്ക് മനസ്സിലായിട്ടില്ലേ? എന്നാ മനസ്സിലാകണ്ട. ഒരു കാത്തിരിക്കട്ടെ, നമുക്കും കാത്തിരിക്കാം. ഒരു സന്ദർഭം വരാനുണ്ട്, അപ്പൊ മനസ്സിലാകും ആരാണ് സിറാത്തുസ് സവി, സവിയ്യ മുസ്തഖീം, ശരിയായ വഴിയുടെ ആളുകൾ ആരാണ്, ഹിദായത്ത് കിട്ടിയവരാരാണ്, പിഴച്ചവരാരാണ് എന്നൊക്കെ അപ്പൊ മനസ്സിലാകും. നമ്മളിങ്ങനെ അങ്ങോട്ടും പറഞ്ഞ് നിങ്ങൾ കള്ളനബി അതുപോലെ പറയാ, പിഴച്ചത് അതുപോലെ വേണ്ട, അതൊക്കെ ആയിക്കോട്ടെ. ബോധ്യപ്പെടാൻ മാത്രമുള്ള കാര്യങ്ങൾ പഠിച്ചോ ഇറക്കിയിട്ടുണ്ട്. ഇനി അവർക്ക് ബോധ്യപ്പെടുന്നില്ലേ? വേണ്ട, ഒരു കാത്തിരുന്നോട്ടെ, നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാമെന്ന് നബിയെ നിങ്ങൾ പറഞ്ഞേക്കുക. കുല്ലുൻ മുതറബ്ബിസും ഫതറബ്ബസു, എല്ലാവരും കാത്തിരിക്കുന്നവരാണ്, നിങ്ങളും കാത്തിരിക്കുവീൻ. നമുക്ക് അപ്പം ബോധ്യപ്പെടും ആരാണ് സിറാത്തുസ് സവിയിലുള്ളത്, ആരാ ഹിദായത്ത് ലഭിച്ചവർ എന്നൊക്കെ അന്ന് നമുക്ക് ബോധ്യപ്പെട്ടുകൊള്ളുമെന്ന് നബിയെ താങ്കൾ പറഞ്ഞേക്കുക. അല്ലാഹ് പല സ്ഥലത്തും പറഞ്ഞ പ്രയോഗമാണത്. അദാബ് നേർക്ക് നേരെ കാണുമ്പോൾ അവർക്ക് ബോധ്യമാകും ആരാണ് വഴിപിഴച്ചവർ എന്ന്. അള്ളാഹ് പറഞ്ഞല്ലോ, നബിയെ പറ്റി പറഞ്ഞു, ഇത് കല്ലാബുൻ അശ്റാണ്, ധിക്കാരിയാണ്, വ്യാജനാണെന്ന് പറഞ്ഞു. അള്ളാഹ് പറഞ്ഞ എന്താണ്? സയഅലമൂന ഗദൻ, നാളെ അവർക്ക് മനസ്സിലാകും മനിൽ കല്ലാബുൽ അശ്ർ, ആരാണ് കല്ലാബ്, ആരാണ് വ്യാജന്മാരെന്ന് അവർക്ക് നാളെ ബോധ്യപ്പെട്ടുകൊള്ളും എന്ന് അല്ലാഹു തആല സൂറത്തുൽ ഖമറിലും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതാണ് നബിയോട് അല്ലാഹു അവസാനം കൊടുത്ത ഉപദേശം. ഇത് നബിക്കുള്ള സമാധാനിപ്പിക്കലാണ്, അവിടുത്തെ മുശ്രിക്കീങ്ങൾക്കുള്ള ഒരു താക്കീത് കൂടിയാണ് ഈ വചനങ്ങൾ. അതോടെ ഈ അധ്യായം അവസാനിക്കുന്നു. റബ്ബ് നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ആമീൻ. അതൊന്നും തന്നെ കാത്തിരിക്കുക, നോക്കുക, ഇൻതളറ നോക്കിക്കൊണ്ടിരിക്കുക, പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക എന്നൊക്കെയാണ്. പിന്നെ അല്ല, ബസ്വല്ല, റബസ, റബസ, തറബസ, തഫഅല, തറബസ, തഫഅല. അതിന്റെ അമ്രാണ് തറബസ, യതറബസു, തറബസ്. അതിന്റെ ജംആണ് തറബസു. മറ്റേ ഇൻതളറ, യൻതളിറു, ഇൻതളിർ, ഇൻതളിറു. ഇവിടെ തറബസു എന്നാണ്. മറ്റു സ്ഥലത്ത് ഉപയോഗിച്ചത് ഇൻതളിറു എന്നാണ്. ഒക്കെ ഒരേ ആശയമാണ്. അല്ലാഹു
بسم الله الرحمن الرحيم وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى وقالوا لولا يأتينا بآية من ربه أولم تأتهم بينة ما في الصحف الأولى ولو أنا أهلكناهم بعذاب من قبله لقالوا ربنا لولا أرسلت إلينا رسولا فنتبع آياتك من قبل أن نذل ونخزى قل كل متربص فتربصوا فستعلمون من أصحاب الصراط السوي ومن اهتدى